അശാസ്ത്രീയമായ റോഡ് നിർമ്മാണവും അധികൃതരുടെ കടുത്ത അവഗണനയും കാരണം മണ്ണാർക്കാട് നെല്ലിപ്പുഴ പഴയ ചെക്ക് പോസ്റ്റ് ജംഗ്ഷൻ അപകടങ്ങളുടെ സ്ഥിരം കേന്ദ്രമാകുന്നു. നെല്ലിപ്പുഴ അട്ടപ്പാടി റോഡ്, വടക്കുമണ്ണ റോഡ്, തത്തേങ്ങലം റോഡ് എന്നിവ സംഗമിക്കുന്ന ഈ പ്രധാന കവലയിൽ ചെറുതും വലുതുമായ അപകടങ്ങൾ നിത്യസംഭവമായി മാറിക്കഴിഞ്ഞു. ഇന്നലെ ഇവിടെ ആക്സിഡന്റ് ഉണ്ടായി. ഇവിടെ ഒരു ബൈക്കും ഒരു കാറും കൊണ്ട് ഇടിച്ചിട്ട് ആ ചങ്ങായിക്ക് നല്ല പരിക്കുണ്ട്. അതിന്റെ കാല് നല്ല മുറിഞ്ഞേക്കും. ഇന്നലെ എന്താ ഇവിടുത്തെ ഡോക്ടറിന്റെ കാറായിരുന്നു, അവർ തന്നെ കൊണ്ടുപോയി ആശുപത്രി കൊണ്ടുപോയി. എന്തെങ്കിലും ഒരു ഇതിനൊരു നടപടി ഉണ്ടായാൽ ഉപകാരമായിരിക്കും. പഴയ ചെക്ക് പോസ്റ്റ് ഭാഗത്തെ റോഡ് ഒരു വശത്തേക്ക് ചരിഞ്ഞ നിലയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അശാസ്ത്രീയമായ ഈ നിർമ്മാണം കാരണം വാഹനങ്ങളുടെ നിയന്ത്രണം നഷ്ടപ്പെടുന്നതാണ് പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമാകുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടാ. ഇതിനു മുമ്പ് എല്ലാവരും കൂടി പറഞ്ഞ് വാർത്തയൊക്കെ കൊടുത്തതാ. എന്നിട്ട് ഇതിനൊരു തീരുമാനമായിട്ടില്ല ഇതുവരെ. അപകടം നടക്കാത്ത ദിവസം ചുരുക്കമുള്ളൂ. കാരണം മിക്ക ദിവസം ഉണ്ട്. നമ്മളെപ്പോഴും ഇവിടെ തന്നെ കാണണമല്ലേ, നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഒരു പരിഹാരം ഇതിനുണ്ടാക്കിയില്ലെങ്കിൽ പാടായിരിക്കും. കാരണം ഈ സ്കൂൾ കുട്ടികളാണെങ്കിലും ഇപ്പോൾ അവിടെ വന്ന് രാവിലെയൊക്കെ ദൂരം നേരം നിന്ന് കുറച്ച് ചിലപ്പോൾ ഞങ്ങൾ പോയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് കടത്തി വിടാറാണ് വരും ചെയ്യണം. കാരണം കണ്ടില്ലേ, തീവ്രവാദിന് ഒരു സാധനവും ഇല്ല. ഒരു ജംഗ്ഷനല്ല, എന്തെങ്കിലും ഒരു ഇത് വേണ്ടതാ, ഒന്നുമില്ല. ബുദ്ധിമുട്ട് തന്നെ സംഭവം. കാരണം ഇത് കണ്ടുകൊണ്ട് നമ്മളും മടുത്തു. അട്ടപ്പാടി റോഡിന്റെ പണി തീരുന്നതോടെ ജംഗ്ഷനിലെ പ്രശ്നം പരിഹരിക്കും എന്ന സ്ഥിരം മറുപടിയാണ് അധികൃതർ നൽകുന്നത്. എന്നാൽ 4 വർഷം മുൻപ് ആരംഭിച്ച അട്ടപ്പാടി റോഡ് പണി ഇനിയും പൂർത്തിയായിട്ടില്ല. മറ്റു ഉപറോഡുകളിൽ നിന്നും അട്ടപ്പാടി റോഡിലേക്ക് പ്രവേശിക്കുന്ന വാഹനങ്ങൾക്ക് പ്രധാന റോഡ് കൃത്യമായി തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യം നിലവിലുണ്ട്. ഇതിനൊപ്പം വാഹനങ്ങളുടെ അമിത വേഗത കൂടിയാകുമ്പോൾ അപകട സാധ്യത ഇരട്ടിയാകുന്നു. അപകടങ്ങൾ ഒരുപാടാണ്. ഞങ്ങൾ നിത്യേന കണ്ടുകൊണ്ടിരിക്കുക അപകടങ്ങൾ. കാരണം ഈ കുട്ടികളെ സ്കൂൾ വിട്ടിട്ടുള്ള അവസ്ഥ നിങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ. ഇപ്പോൾ ഈ സമയത്ത് സ്കൂൾ വിട്ട് കുട്ടികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് ഇവിടുന്നൊക്കെ വണ്ടികൾ ഒരുപാട് സ്പീഡിൽ വരാറുണ്ട്. പിന്നെ ഒരു ലെവലില്ലാതെ ഇവിടെ ഉള്ളവരല്ലാതെ പുറത്തുനിന്ന് ആൾക്കാർ വരുമല്ലോ, അവർക്ക് റോഡ് അറിയില്ല. പിന്നെ ഈ റോഡിൻ്റെ ഒരു ചരിവ്, ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാം കൂടി വരുന്ന ഒരു ജംഗ്ഷൻ ആയതുകൊണ്ട്, ജോയിൻ്റ് ജംഗ്ഷൻ ആയതുകൊണ്ട് വണ്ടികൾ ഒരുപാട് വന്നുകൊണ്ടിരിക്കുക. ആക്സിഡൻറ്റ് നിത്യേന നടന്നുകൊണ്ടിരിക്കുക. ഒരുപാട് ആക്സിഡന്റ് നടക്കുന്ന ഒരു സ്പോട്ടാണ് ഇപ്പോൾ ഇത്. ഞങ്ങൾ നിത്യേന കണ്ടുകൊണ്ടിരിക്കുക. ഭയങ്കര ബുദ്ധിമുട്ടാണിത്. ദൂരെ നിന്നു തന്നെ ഡ്രൈവർമാരുടെ ശ്രദ്ധയിൽപ്പെടുന്ന രീതിയിൽ സർക്കിൾ രൂപത്തിലുള്ള താൽക്കാലിക റൗണ്ട് എബൌട്ട് ഉടൻ സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ പറയുന്നു. അല്ല, ഇത് നമ്മളെ അട്ടപ്പാടിന്ന് വരുന്ന റോഡും ചേറുംകുളത്തേക്ക് പോകുന്നതും നെല്ലിപ്പുഴത്തുനിന്ന് വരുന്ന ഇവിടുന്ന് വടക്കോണത്തേക്ക് പോകുന്ന റോഡാണ്. ഈ ജംഗ്ഷനിൽ ഏത് സമയത്തും അപകടം കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ടാവും ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന് ഞാൻ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരോട് ഞാൻ പല വട്ടങ്ങളിൽ ഞാൻ അതിൻ്റെ രേഖകളും പേപ്പറും കാര്യങ്ങളും ഒക്കെ കൊണ്ടേ കൊടുത്തതാണ്. ഇന്ന് വരെ അതിനൊരു നടപടിയായിട്ടില്ല. പിന്നെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് പോലീസ് എടുക്കേണ്ടതിൽ എന്താണ് വിചാരിച്ചാൽ ഡിവൈഡ്, പക്ഷെ അവർക്കത് പറ്റില്ല എന്ന് പറഞ്ഞു. അതുപോലെ നമ്മുടെ മണ്ണാർക്കാട് PWDയിൽ പോയി ഞാൻ അതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ അവർക്കും അതിനെപ്പറ്റി ചെയ്യാൻ പാടില്ല, അവർക്കത് ഇത് അവരിൽപ്പെട്ട റോഡല്ലെന്ന്. ഇത് ഈ റോഡ് വർക്കെടുത്ത കിഫ്ബി അവരെ വർക്കാണ് പറഞ്ഞാൽ അവരാണ് ഇതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നത്. എന്നിട്ട് ഞാൻ ഷൊർണൂർ പിന്നെ തൃശ്ശൂർ ഇതിനൊക്കെ എല്ലാ പേപ്പറും കാര്യങ്ങളും കൊടുത്തതാണ്. അപ്പോൾ ഇനി നമ്മളിത് ആരത്താ പറയേണ്ടത്? ഇനി ഞാൻ ചെയ്യുന്നത് മണ്ണാർക്കാടുത്തെ MLA, നമ്മുടെ സ്ഥലം MLA ഇപ്പോൾ മന്ത്രിയാണ്, അദ്ദേഹത്തിന് ഞാനൊരു നിവേദനം കൊടുക്കേണ്ടത്. ഇങ്ങനെ ഇത് ഒരു ഡിവൈഡോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യമായിട്ട് ഇവിടെ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കൊരു അപകടം ഉണ്ടാകാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് അതിന് മുമ്പേ ആയിട്ട് നമുക്കത് ചെയ്യണം. പിന്നെ അതുപോലെ ഇവിടുന്ന് സ്കൂൾ വിട്ട് വരുന്നത്, സ്കൂൾ ഇവിടെ അടുത്താണ്. ഒരു മറ്റേ ഗ്യാസ് ഓഫീസ്, ഓട്ടോറിക്ഷ, പള്ളി, ഇങ്ങനെ പല ആളുകളും ഈ ജംഗ്ഷനിൽ കൂടി നിൽക്കണം. പിന്നെ അത് മാത്രമല്ല, ഇപ്പം നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ അറിയാം, ഇത്രയും തിരക്കുള്ള ഒരു ഭാഗമാണ്. ഇപ്പം മണ്ണാർക്കാടിനെ സംബന്ധിച്ചുള്ള ഏറ്റവും കൂടുതൽ തിരക്കുള്ള ചെക്ക് പോസ്റ്റ് ഭാഗമാണ്. സ്ഥിരം സംവിധാനം വരുന്നതുവരെ വേഗത നിയന്ത്രിക്കാനുള്ള മുന്നറിയിപ്പ് ബോർഡുകളും താൽക്കാലിക ക്രമീകരണങ്ങളും ഒരുക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ഈ ജംഗ്ഷനിലൂടെ കാൽനടയായി പോകുന്ന സ്കൂൾ കുട്ടികളും നിരന്തരം അപകടങ്ങളിൽ പെടുന്നുണ്ട്. കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ സ്കൂൾ സമയങ്ങളിൽ ജംഗ്ഷനിൽ നിർബന്ധമായും ട്രാഫിക് പോലീസിനെയോ ഹോംഗാർഡിനെയോ നിയോഗിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ദിവസേനയെന്നോണം അപകടങ്ങൾ കണ്ടുമടുത്ത പ്രദേശവാസികളുടെ ക്ഷമ നശിച്ചിരിക്കുകയാണ്. ഒരു വൻ ദുരന്തത്തിനായി കാത്തുനിൽക്കാതെ അടിയന്തര സുരക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ പറഞ്ഞു. സാഹചര്യം വളരെ മോശമാണ്.
ഡെയിലി എന്ന് പറഞ്ഞ പോലെ ഇവിടെ ആക്സിഡന്റുകൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇത് ഒന്നോ രണ്ടോ തവണയല്ല, ഇതിനി വലിയൊരു സംഭവം ഉണ്ടായിട്ടോ അല്ലെങ്കിൽ വലിയൊരു ആക്സിഡന്റിലേക്ക് പോയിട്ടോ പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഈ ഒരു ജംഗ്ഷനിൽ എന്തെങ്കിലും ടെമ്പറവറി ആയിട്ടെങ്കിലും ഒരു സംവിധാനം വന്നിട്ടില്ലെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും. കാരണം അതിന് വളരെ വലിയ വില കൊടുക്കേണ്ടി വരും. കാരണം പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഈ ഒരു ഷോപ്പിൻ്റെ തന്നെ, ഈ നമ്മളെ ഇടതുഭാഗത്ത് കാണുന്ന ഈ ഒരു ഷോപ്പിൻ്റെ തന്നെ ഇവിടേക്കൊരു വണ്ടി ഓടിക്കയറിയിട്ട് വളരെ വലിയ തോതിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായതാണ് ഇവിടെ. ആ ഒരു ഫ്രണ്ടേജിലെ ഗ്ലാസുകൾ മുഴുവൻ അവർ പുതുതായിട്ട് കുടുക്കി ആ വണ്ടി അടിച്ച ഓണർ തന്നെ മാറ്റിക്കൊടുത്ത ഒരു സംഭവമൊക്കെ ഉണ്ടാകുകയുണ്ടായി. അപ്പോൾ വളരെ എന്താ പറയുക, ഗൗരവതരമായിട്ടുള്ള സങ്കീർണമായിട്ടുള്ള ഒരു റോഡ് സംവിധാനമാണ് നമുക്ക് ഈ കാണാൻ കഴിയുക. ഈ 4 ജംഗ്ഷനാണ്, ഒന്ന് തത്തേങ്കലത്തേക്ക് പോകുന്നത്, ഒന്ന് വടക്കുമണ്ണത്ത് ഇങ്ങോട്ട് വരുന്നത്, അതേപോലെ തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഈ ഒരു ജംഗ്ഷൻ എന്ന് പറയുന്നത് വളരെ പ്രശ്നമുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് പരിഹാര മാർഗം എന്ന് പറയുന്നത് ടെമ്പറവറി ആയിട്ടെങ്കിലും, ഇപ്പം നിലവിൽ ഈ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം എന്നാണ് പറയുന്നത്. പക്ഷേ ഇത് വർഷങ്ങളായിട്ട് ഈ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എന്നാൽ നമുക്കിതിനെ നിസ്സാരവൽക്കരിച്ച് കളയാനും പറ്റില്ല. കാരണം ടെമ്പറവറി ആയിട്ടൊരു സംവിധാനം ഇവിടെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, കാരണം ഈ റോഡ് കൃത്യമായിട്ട് വരുന്ന മെയിൻ റോഡ് ഏതാണെന്നും പോക്കറ്റ് റോഡുകൾ ഏതാണെന്നും ഇത് കൃത്യമായിട്ട് ഇവർക്ക് മനസ്സിലാകുന്നില്ല. ഈ വരുന്ന വണ്ടികൾക്ക് മനസ്സിലാകാത്തൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു വിഷയം എന്ന് പറയുന്നത് ഈ തരത്തിലുള്ള ഇഷ്യൂ ആയതുകൊണ്ടാണ് അതിലത്തെ ടെമ്പറവറി എങ്കിലും ഒരു റൗണ്ട് അബൌട്ട് രൂപത്തിൽ താൽക്കാലികമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വെക്കാവുന്ന തരത്തിലുള്ള ഒരു സംവിധാനമെങ്കിലും വെച്ചിട്ട് ഇവിടെ വളരെ കറക്റ്റായിട്ടുള്ള ഒരു സംവിധാനം കൊണ്ടുവരണം, ടെമ്പറവറി ആയിട്ടെങ്കിലും താൽക്കാലികമായിട്ടെങ്കിലും. അപ്പോൾ അതിനുള്ള നടപടികൾ ഈ അധികാരികളുടെ ഭാഗത്ത് ഉണ്ടാവണം എന്നുള്ളതാണ് പറയുന്നത്. CCN മണ്ണാർക്കാട്.